ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്. 10 വർഷങ്ങൾക്ക് മുൻപ് 2015 മെയ് 29 ഒരു സിനിമ റിലീസാവുകയാണ്. അതിന് മുന്നത്തെ വർഷങ്ങളിൽ നല്ല സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള മലയാള സിനിമയിലെ ഒരു യുവതാരത്തിൻ്റെ സിനിമ. ഒരു 5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ആ യുവതാരം സിനിമയിൽ വന്നിട്ട്. പക്ഷെ അത്യാവശ്യം ഹിറ്റ് സിനിമകളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് 1-2 സിനിമകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ എക്സ്പെക്റ്റേഷനൊക്കെ ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ വെറും ഒരു ഹിറ്റ് മാത്രമല്ല, മലയാള സിനിമ ചരിത്രത്തിലെ തന്നെ വലിയൊരു നാഴികക്കല്ലായിട്ട് മാറി. ആ സിനിമ വേറെ ഏതുമല്ല, പ്രേമം സിനിമയുടെ റിലീസോടെ നിവിൻ്റെ സ്റ്റാർഡം വേറൊരു റേഞ്ചിലോട്ട് പോയി. പക്ഷേ 10 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് പുള്ളി ഒരു ഡൗൺഫാളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു പതനം എങ്ങനെ സംഭവിച്ചു? ആലുവയിലാണ് നിവിൻ പോളി ജനിക്കുന്നതെന്ന് ഒട്ടുമിക്ക ആളുകൾക്കൊക്കെ അറിയാം. 2006 ബിടെക് കഴിഞ്ഞ നിവിൻ ബാംഗ്ലൂരിൽ ഇൻഫോസിസിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി ജോലി കിട്ടിയിട്ട് പോവാണ്. പക്ഷെ ചെറുപ്പം മുതൽക്കുള്ള സിനിമാ മോഹം പുള്ളിയുടെ ഉള്ളിൽ അപ്പോഴും ഉണ്ട്. അങ്ങനെ 2008 റിസൈൻ ചെയ്തിട്ട് അച്ഛൻ്റെ മരണശേഷം നാട്ടിൽ വരികയാണ്. നാട്ടിലെത്തിയ നിവിൻ ജോലിയുടെ കൂടെ തന്നെ സിനിമ ഓഡിഷൻസിനും മറ്റുമൊക്കെ പോവുകയും സിനിമയിൽ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. സുഹൃത്തുക്കളുടെ കൂടെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തു. 2010 വിനീത് ശ്രീനിവാസന്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ ആയിട്ടുള്ള മലർവാടി ആർട്സ് ക്ലബ് എന്ന് പറയുന്ന സിനിമയിലാണ് നിവിൻ പോളി ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. സിനിമ ഹിറ്റായി. അതിൽ അഭിനയിച്ചവർക്കും വിനീതിനും ഒക്കെ സിനിമ നല്ലൊരു തുടക്കം കൊടുത്തു. അതിൻ്റെ തുടർച്ചയായിട്ട് ദ മെട്രോ, സെവൻസ് തുടങ്ങിയ സിനിമകളിലും നിവിൻ പോളി അഭിനയിച്ചു. കൂടാതെ ട്രാഫിക്, സ്പാനിഷ് മസാല തുടങ്ങിയ സിനിമകളിൽ ക്യാമിയോ റോളിലും എത്തി. 2012 നിവിൻ്റെ കരിയറിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് കിട്ടി തട്ടത്തിൻ മറയത്ത് എന്ന് പറയുന്ന സിനിമയിലൂടെ. ആദ്യത്തെ സിനിമയുടെ വിജയത്തിന് ശേഷം വിനീത് ശ്രീനിവാസൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു തട്ടത്തിൻ മറയത്ത്. തൻ്റെ രണ്ടാമത്തെ സിനിമയും വിനീത് ശ്രീനിവാസൻ നിവിനെ നായകനാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. തട്ടത്തിൻ മറയത്ത് അന്ന് ഒരു സെൻസേഷൻ മൂവി തന്നെയായിരുന്നു. ആ വർഷത്തെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായ തട്ടത്തിൻ മറയത്ത് അതിലെ പാട്ടുകളും ഡയലോഗുകളും എല്ലാം വലിയ ഹിറ്റായിരുന്നു. അതിലൂടെ നിവിൻ ഒരു അപ്കമിങ് സ്റ്റാർ ആയിട്ട് മാറി. 2012 ഭൂപടത്തിൽ ഇല്ലാത്ത ഒരിടം, പുതിയ തീരങ്ങൾ, ചാപ്റ്റേഴ്സ്, ഡാ തടിയ തുടങ്ങിയ സിനിമകളിലും നിവിൻ അഭിനയിച്ചു. ഡാ തടിയയിൽ നായകൻ മാത്രമല്ല, തനിക്ക് നല്ലൊരു കിടിലൻ നെഗറ്റീവ് റോള് കിട്ടിയാലും അടിപൊളിയായിട്ട് ചെയ്യുമെന്നും നിവിൻ പോളി തെളിയിച്ചു. 2013 അൽഫോൺസ് പുത്രന്റെ കൂടെ നിവിൻ ആദ്യമായിട്ട് ഒന്നിച്ച നേരം എന്ന് പറയുന്ന സിനിമ റിലീസായി. ബൈലിംഗ്വലായിട്ട് മലയാളത്തിലും തമിഴിലും ഒരുപോലെ റിലീസായ ചിത്രം രണ്ടിടത്തും നല്ല ഹിറ്റായി. ഇത് തമിഴ് ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് നിവിൻ എന്ന് പറയുന്ന നടനെ ശ്രദ്ധിക്കപ്പെടാൻ കാരണമായിട്ടുണ്ട്. 2013 നേരം കൂടാതെ ഇംഗ്ലീഷ് ആൻഡ് ഓട്ടം ഇൻ ലണ്ടൻ എന്ന് പറയുന്ന ശ്യാമപ്രസാദിന്റെ ഒരു സിനിമയും 5 സുന്ദരികളും അരികിൽ ഒരാൾ എന്ന് പറയുന്ന സിനിമയും നിവിൻ ചെയ്തിട്ടുണ്ട്. 2014 നിവിൻ ഹിറ്റുകൾ ഉണ്ടാക്കി. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് എബ്രിഡ് ഷൈൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ക്രിക്കറ്റ് പശ്ചാത്തലമാക്കി കഥ പറഞ്ഞ 1983 ആയിരുന്നു. ക്രിക്കറ്റ് കളിച്ച് നടക്കുന്ന ഒരു പയ്യനിൽ നിന്നും തൻ്റെ മകനെ ക്രിക്കറ്റ് പ്ലെയർ ആക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു പിതാവിൻ്റെ റോളാണ് 1983 നിവിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. രമേശൻ എന്ന് പറയുന്ന അതിലെ കഥാപാത്രത്തിന് നിവിന് ബെസ്റ്റ് ആക്ടർക്കുള്ള സ്റ്റേറ്റ് അവാർഡും കിട്ടി. ഓം ശാന്തി ഓശാനയിലെ ഗിരിയും ബാംഗ്ലൂർ ഡേയ്സിലെ കുട്ടനും ആണ് 2017 നിവിൻ്റെ അടുത്ത ഹിറ്റുകൾ. ജൂഡ് ആന്റണി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഓം ശാന്തി ഓശാനയിൽ നസ്രയ്ക്ക് ക്രഷ് തോന്നുന്ന ഒരു പെർഫെക്റ്റ് ഹീറോ മെറ്റീരിയൽ ആയിട്ടുള്ള ഗിരി ആയിരുന്നു എങ്കിൽ, അപ്പുറത്ത് അഞ്ജലി മേനോൻ ഡയറക്റ്റ് ചെയ്ത ബാംഗ്ലൂർ ഡേയ്സിൽ കുട്ടൻ എന്ന് പറയുന്ന ഒരു പഴയ ചിന്താഗതിയൊക്കെയുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ റോളായിരുന്നു നിവിൻ ചെയ്തത്. രണ്ടും പെർഫെക്റ്റ് ആയിട്ട് നിവിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വിക്രമാദിത്യൻ്റെ ക്യാമിയോ റോളും ആ വർഷം ശ്രദ്ധിക്കപ്പെട്ടു. 2015 മിലി, ഒരു വടക്കൻ സെൽഫി, ഇവിടെ തുടങ്ങിയ സിനിമകളുടെ കൂടെ തന്നെ പ്രേമവും റിലീസായി. വിനീത് ശ്രീനിവാസന്റെ കഥയിൽ പ്രജിത്ത് സംവിധാനം ചെയ്തിട്ടുള്ള വടക്കൻ സെൽഫിയിൽ ഉമേഷ് എന്ന് പറയുന്ന ഒരു ടീനേജ് കഥാപാത്രമാണ് നിവിൻ ചെയ്തത്. അങ്ങനെ മെയ് 29 നിവിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റായിട്ടുള്ള പ്രേമം റിലീസാവുന്നു. തിയേറ്ററുകളിൽ ആളുകളുടെ പൂരം, ലോങ് തിയേറ്റർ റണ്ണ് കിട്ടിയ സിനിമയുടെ ഒട്ടുമിക്ക ഷോസും ഹൗസ്ഫുൾ ആയിരുന്നു. അൽഫോൺസ് പുത്രനും നിവിൻ പോളിയും അടങ്ങുന്ന ആ ആലുവ ഗ്യാങ് ഒന്നിച്ചെടുത്തിട്ടുള്ള സിനിമ അവർക്ക് എല്ലാവർക്കും തന്നെ വളരെ വലിയ ഒരു ബ്രേക്കാണ് സിനിമയിലൂടെ നൽകിയത്. പ്രേമം എന്ന് പറയുന്ന സിനിമ ഇവരുടെ എല്ലാവരുടെയും കരിയറിലും വലിയൊരു വഴിത്തിരിവായി. അതുപോലെ തന്നെ നിവിന് പ്രത്യേകിച്ച്. പൊതുവെ മലയാള സിനിമയ്ക്ക് അത്ര സ്വീകാര്യത കിട്ടാത്ത തമിഴ്നാട്ടിൽ പ്രേമത്തിലൂടെ നിവിന് വൻ ഫാൻ ബേസ് തന്നെ ഉണ്ടായി. പിന്നീട് തിയേറ്റർ പ്രിന്റ് റിലീസായതോടുകൂടി ഒരുപാട് വിവാദങ്ങളും ആ സിനിമയ്ക്ക് ഉണ്ടായി. മലയാളത്തിലെ ആദ്യത്തെ 100 കോടി ആകേണ്ടിയിരുന്ന പ്രേമം തിയേറ്റർ പ്രിന്റ് ഇറങ്ങിയതോടുകൂടി 70 കോടി ആ റേഞ്ചിൽ ഒതുങ്ങി. ജോർജ് ഡേവിഡ് എന്ന് പറയുന്ന നിവിൻ്റെ കഥാപാത്രത്തെ ഫിലിം കമ്പനി അവരുടെ 100 ഗ്രേറ്റസ്റ്റ് പെർഫോമൻസ് ഓഫ് ദ ഡിക്കേഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. 2016 എബ്രിഡ് ഷൈൻ്റെ ഡയറക്ടോറിയലിൽ SI ബിജു പൗലോസായിട്ട് എത്തിയ നിവിൻ്റെ ആക്ഷൻ ഹീറോ ബിജുവും സൂപ്പർ ഹിറ്റായി. ഒരു കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ തനതായി ഒരു ദിവസം നടക്കുന്ന കേസുകളെ കുറിച്ചിട്ട് നാച്ചുറലായിട്ട് കഥ പറഞ്ഞിട്ടുള്ള സിനിമ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാനും നിവിൻ തന്നെയായിരുന്നു സിനിമയുടെ പ്രൊഡ്യൂസറും. വിനീതിന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയിട്ടുള്ള ജേക്കബിന്റെ സ്വർഗരാജ്യവും ആ വർഷത്തെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചു. 2017 സഖാവ്, ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള, റിച്ചി എന്നീ സിനിമകളാണ് നിവിൻ ചെയ്തത്. സഖാവ് തിയേറ്ററിൽ വേണ്ടത്ര ചലനം ഉണ്ടാക്കാത്ത ഒരു സിനിമയായിരുന്നു. പക്ഷേ ഞണ്ടുകളുടെ നാട്ടിൽ ഇടവേള ഒരു നല്ലൊരു ഫാമിലി എന്റർടൈനർ ആയിട്ടും അത് ഹിറ്റാവുകയും ചെയ്തു. ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയും നിവിൻ തന്നെയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. തമിഴ് സിനിമയായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള റിച്ചി പക്ഷേ അത്ര വിജയിച്ചില്ല.
2018 ഹേ ജൂഡ്, കായംകുളം കൊച്ചുണ്ണി തുടങ്ങിയ സിനിമകളാണ് നിവിൻ ചെയ്തത്. റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത പീരിയോഡിക് ആക്ഷൻ ഫിലിമായിട്ടുള്ള കൊച്ചുണ്ണി വളരെ വലിയ ഹിറ്റായി. തിയേറ്ററിലും ഒരുപാട് കളക്ട് ചെയ്തു സിനിമ. ലാലേട്ടൻ്റെ ഇത്തിക്കര പക്കിയുടെ ക്യാമിയോയും സിനിമയുടെ വിജയത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചു. 2019 3 സിനിമകളാണ് റിലീസായത്. മിഗായൽ ലവ് ആക്ഷൻ ഡ്രാമ മൂത്തോൻ. ഇതിൽ ധ്യാൻ ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ലവ് ആക്ഷൻ ഡ്രാമ അത്യാവശ്യം നല്ല തിയേറ്റർ റെസ്പോൺസ് കിട്ടിയെങ്കിലും മിഗായൽ അത്രയ്ക്ക് വിജയിച്ചില്ല. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്തിട്ടുള്ള മൂത്തോൻ ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് അവാർഡ് ഷോകളിലൊക്കെ അത് നല്ല രീതിയിൽ തന്നെ തിളങ്ങിയ സിനിമയായിരുന്നു മൂത്തോൻ. നിവിൻ്റെ പെർഫോമൻസിനും ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയിരുന്നു. നല്ല അഭിപ്രായം കിട്ടി. ക്രിട്ടിക്സിനെതിരൊക്കെ നല്ല അഭിപ്രായമായിരുന്നു മൂത്തോൻ ഉണ്ടായിരുന്നത്. ആ ഒരു വർഷങ്ങൾ തൊട്ടാണ് നിവിൻ്റെ ഒരു കരിയറിലുള്ള ഡൗൺഫാൾ സംഭവിക്കുന്നത്. അതുവരെ സൂപ്പർ ഹിറ്റുകളും ഒരുപാട് ബോക്സ് ഓഫീസ് കളക്ഷനുകളും എല്ലാം നൽകിയ ഒരു സൂപ്പർ സ്റ്റാറിലോട്ട് പൊയ്ക്കൊണ്ടിരുന്ന നിവിന് അവിടെ നിന്ന് അങ്ങോട്ടൊരു ഡൗൺഫാൾ ഉണ്ടാവാൻ തുടങ്ങുകയാണ്. 2021 കനകം കാമിനി കലഹം എന്ന രതീഷ് ബാലകൃഷ്ണ പൊതുവാളിൻ്റെ സിനിമയാണ് ചെയ്തത്. സിനിമ ഡയറക്റ്റ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ റിലീസാവുകയായിരുന്നു. ഒരു നാടകം രൂപത്തിലുള്ള സ്റ്റോറി ടെല്ലിംഗ് ശൈലിയാണ് സിനിമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സോ കോൾഡ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്നുള്ള രീതിയിലായിരുന്നു പടം. അതുകൊണ്ട് തന്നെ മിക്സഡ് ഒപ്പീനിയൻ ആയിരുന്നു. 2022 മഹാവീര്യർ, പടവെട്ട്, സാറ്റർഡേ നൈറ്റ് തുടങ്ങിയ സിനിമകൾ റിലീസായി. ഇതിൽ എബ്രിഡ് ഷൈൻ്റെ കൂടെ നിവിൻ വീണ്ടും ഒന്നിച്ചപ്പോൾ ഇറങ്ങിയ മഹാവീര്യർ വേണ്ടത്ര വിജയം കൈവരിച്ചില്ല. ഇതും ഒരു സോ കോൾഡ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ തന്നെയായിരുന്നു. ഒരു ഫിലോസഫിക്കൽ ബേസ്ഡ് ആയിട്ടൊക്കെ കഥ പറഞ്ഞിട്ടുള്ള രീതി ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സിനിമ വിജയിച്ചില്ല. പടവെട്ട് ഒരു മിക്സഡ് ഒപ്പീനിയൻ ആയിരുന്നു. നിവിൻ്റെ പെർഫോമൻസ് ഒക്കെ നന്നായിരുന്നു. ബട്ട് വേണ്ടത്ര വിജയം പടവെട്ടിനും ഉണ്ടാക്കാൻ സാധിച്ചില്ല. സാറ്റർഡേ നൈറ്റ് റോഷൻ ആൻഡ്രോസിൻ്റെ കൂടെ നിവിൻ്റെ അടുത്ത സിനിമയായിരുന്നു. അതിന് മുന്നത്തെ സിനിമയായ കൊച്ചുണ്ണിയിൽ വലിയ ഹിറ്റ് കൊടുത്തിട്ടുള്ള, പക്ഷേ അവർക്ക് സാറ്റർഡേ നൈറ്റ് വളരെ വലിയ ദയനീയ പരാജയമാണ് നൽകിയത്. 2023 തുറമുഖം, രാമചന്ദ്ര ബോസ് ആൻഡ് കോ തുടങ്ങിയ സിനിമകളാണ് റിലീസായത്. രണ്ടും പ്രതീക്ഷിച്ച വിജയം കിട്ടിയില്ല. തുറമുഖത്തിൽ നിവിൻ്റെ പെർഫോമൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തതായിരുന്നെങ്കിലും സിനിമ എന്നുള്ള രീതിയിൽ പരാജയമായിരുന്നു. രാമചന്ദ്ര ബോസ് ആൻഡ് കോ ഇതുവരെ OTT റിലീസായിട്ടില്ല. തിയേറ്റർ റിലീസായ സമയത്ത് വളരെ നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. സിനിമ ഒട്ടും തന്നെ വിജയിച്ചില്ല. 2024 വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ നിവിൻ്റെ തിയേറ്ററിൽ വൺ റെസ്പോൺസ് കിട്ടിയ കഥാപാത്രമായിരുന്നു നിവിൻ്റെ തന്നെ സ്പൂഫായിട്ട് ചെയ്തിട്ടുള്ള നിതിൻ മോളി എന്ന് പറയുന്ന കഥാപാത്രം. വീണ്ടും വിനീത് ശ്രീനിവാസൻ തന്നെ വേണ്ടി വന്നു നിവിൻ്റെ അങ്ങനത്തെ ഒരു പെർഫോമൻസ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് സീൻസും ഡയലോഗ്സും ഒക്കെ വൻ ഹിറ്റായി. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ അത്യാവശ്യം ഓളം ഉണ്ടാക്കാൻ വർഷങ്ങൾക്ക് ശേഷത്തിൽ ആ റോളിലൂടെ നിവിന് വീണ്ടും സാധിച്ചു. പക്ഷെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ വീണ്ടും ഒരു പരാജയ ചാർട്ടിലാണ് ഇടം പിടിച്ചത്. കണ്ടിന്യൂസ് ആയിട്ട് സൂപ്പർ ഹിറ്റുകൾ നൽകിയിരുന്ന നിവിൻ്റെ അടുപ്പിച്ചിട്ടുള്ള ഫ്ലോപ്പ് സിനിമകളാണ് ഈ അടുത്ത വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഫിസിക്കലി ഉള്ള പ്രശ്നങ്ങൾ ഒരു ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞ് മാത്രം ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒന്നല്ല. ആ നിവിൻ്റെ ബോഡിയുടെ ആ ഫ്ലെക്സിബിൾ ഇല്ലായ്മ കൊണ്ട് തന്നെ സിനിമ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഒരുപാട് പരീക്ഷണ ചിത്രങ്ങൾ അടുപ്പിച്ച് ചെയ്തതും വളരെ ഒരു പരാജയമായി പോയി. പടവെട്ട്, തുറമുഖം, കനകം കാമിനി കലഹം തുടങ്ങിയ സിനിമകളിലൊക്കെ നിവിൻ്റെ പെർഫോമൻസ് അത്യാവശ്യം ഗംഭീരമായിരുന്നെങ്കിലും സിനിമ എന്നുള്ള രീതിയിൽ ഇതൊക്കെ പരാജയമാവുമായിരുന്നു. ഇനി നിവിൻ്റെ ലൈനപ്സിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. പക്ഷേ സിനിമ ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ, എക്സ്പെക്ടേഷൻ ഉള്ളതെന്ന് പറയുന്നത് നിവിൻ പോളി അൽഫോൺസ് പുത്രൻ ഒരു തിരിച്ചു വരവിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കട്ട വെയിറ്റിംഗ് തന്നെയാണ്. ഈ അടുത്ത് അനൗൺസ് ചെയ്തിട്ടുള്ള വാൾട്ടർ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ ഒഫീഷ്യലി നിവിൻ പോളി LCUലേക്ക് കയറിയിരിക്കുകയാണ്. ബെൻസ് എന്ന് പറയുന്ന സിനിമയിൽ രാഘവ ലോറൻസിൻ്റെ കൂടെ വാൾട്ടർ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് നിവിൻ പോളിയെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഒഫീഷ്യലി LCUയിൽ കയറിയത് കൊണ്ട് തന്നെ ഇനി ലോകേഷിൻ്റെ ഡയറക്ഷനിലും നിവിനെ കാണാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.